രാമായണം രാജ്യത്തിൻ്റെ മുഴുവൻ പ്രാദേശിക വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ടാണ് അത് ഇതിഹാസമാകുന്നത്. രാമായണം എഴുതിയത് എവിടെ വെച്ചാണ്? കേരളത്തിൽ നിന്ന് വിശ്വാസപൂർവ്വം പറയുന്ന ഉത്തരം വയനാട് പുൽപ്പള്ളിയിലെ ജടയറ്റ കാവും പരിസരങ്ങളുമാണ്. ഇവിടെയാണ് വാത്മീകി ജീവിച്ചതെന്നും സീതയെ കണ്ടെത്തുന്നത് എന്നുമാണ് സങ്കല്പം. രാജ്യത്തു തന്നെ അത്യപൂർവമാണ് ഇങ്ങനെയൊരു ക്ഷേത്രം. ഇവിടെ ആരാധിക്കപ്പെടുന്നത് ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയാണ്. ഒപ്പം ലവകുശന്മാരും. രാമായണ കഥയിലെ ഏറ്റവും സങ്കടകരമായ അധ്യായത്തെ ഓർമ്മിപ്പിക്കുന്ന ഇടം. പഴശ്ശി രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. സീതാക്ഷേത്രത്തെക്കാളും പൗരാണികമാണ് ചേടാറ്റിൻകാവ്. ചേടാറ്റിൻകാവ് ജടയറ്റ കാവാണ്. വിങ്ങുന്ന ഹൃദയത്തോടെ മാത്രമേ വിശ്വാസികൾക്ക് ആ കഥ കേൾക്കാനാവൂ. രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീത വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് പ്രസവിക്കുന്നു. പിന്നീട് ലവകുശന്മാരെ പിന്തുടർന്ന് ഇവിടെ എത്തുകയാണ് ശ്രീരാമൻ. അപമാനഭാരത്താൽ കഴിഞ്ഞ സീത ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യുമ്പോൾ രാമൻ ജടയിൽ പിടിച്ച് തടയാൻ ശ്രമിച്ചു. ആ ജടയേറ്റു വീഴുകയും സീത മറയുകയും ചെയ്തു. ആ സ്ഥലമൊരു കാവായി. ജടയറ്റ കാവ് അഥവാ ചേടാറ്റിൻകാവ്. പുൽപ്പള്ളിയിലെ ആശ്രമം കൊല്ലിയാണ് വാൽമീകി മഹർഷിയുടെ ഇടമായിരുന്നതായി വിശ്വസിക്കുന്നത്. രത്നാകരൻ ഇതിഹാസകാരനായ വാൽമീകിയായി മാറിയ സ്ഥലം. വാൽമീകി തപസ്സു ചെയ്ത മുനിപ്പാറയും സമീപത്തുണ്ട്. മുനികുമാരന്മാരായ ലവകുശന്മാരെ മുരിക്കന്മാരെന്ന പേരിലും ഇവിടെ ആരാധിക്കുന്നുണ്ട്. ആശ്രമ പരിസരത്തുള്ള മന്ദാര പുഷ്പങ്ങൾ ലവകുശന്മാരെ സൂചിപ്പിക്കുന്നതായാണ് വിശ്വാസം. രാമായണത്തിന്റെ നാട്ടുരൂപങ്ങൾ ഇത്രയേറെയുള്ള സ്ഥലം രാജ്യത്തു തന്നെ വേറെയില്ല. യുദ്ധമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തേടുക സത്വരൻ. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്ത പൊൻകുഴിയിൽ നിന്നാണ് പുൽപ്പള്ളിയിലെ വിശ്വാസത്തിന്റെ തുടക്കം. ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ സീതയെ ഉപേക്ഷിച്ച സ്ഥലം എന്നാണ് വിശ്വാസം. സീതയുടെ കണ്ണീർ തടാകവും ഇവിടെയാണ്. ഇവിടെ നിന്നാണ് വാൽമീകി സീതയെ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് വാമൊഴി കഥകളിൽ പറയുന്നത്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന് അപ്പുറമുള്ള കഥയാണ് പൊൻകുഴിയിൽ. അധ്യാത്മരാമായണം ശ്രീരാമ പട്ടാഭിഷേകത്തിൽ അവസാനിക്കുമ്പോൾ അതിനപ്പുറമുള്ള കഥ വരുന്നത് ഉത്തരരാമായണത്തിലാണ്. ഉത്തരരാമായണത്തിലെ ഏറ്റവും വൈകാരികമായ സന്ദർഭമാണ് പൊൻകുഴിയുടെ പേരിനൊപ്പം ചേർക്കപ്പെടുന്നത്. സതിക്കൊരു പൂവാക വിതൃത്ത ശാഖകൾ. ശ്രീരാമനേക്കാൾ സീതയ്ക്ക് പ്രാധാന്യം വരുന്ന ഭാഗമാണ് ഉത്തരരാമായണവും പൊൻകുഴിയും. സീതയെ ഉപേക്ഷിക്കാൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കുകയാണ് ശ്രീരാമൻ. സീതയുമായി പൊൻകുഴിയിലെത്തി അവിടെ ഉപേക്ഷിച്ചു എന്നാണ് പ്രാദേശിക സങ്കല്പം. നിരാലംബയായി അവിടെയിരുന്ന സീതയുടെ കണ്ണീർ വീണതാണ് സമീപത്തെ തടാകം എന്നാണ് കഥകളിൽ. മുത്തങ്ങ പൊൻകുഴിയിൽ വനത്തിനുള്ളിലാണ് ഈ തടാകം. സീതാദേവിയെ പണ്ട് കാലത്ത് ഇവിടെ അതായത് പുരാണങ്ങളിൽ പറയുന്നത് ഇവിടെ ഉപേക്ഷിച്ചു എന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കണ്ണീർ തടാകമുണ്ട്. അതായത് സീതാദേവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണിട്ട് ഉണ്ടായ തടാകം ഇവിടെ ഉണ്ട്. വനത്തിൽ ഒറ്റപ്പെട്ട സീതയെ വാൽമീകി മഹർഷി കാണുകയും ആശ്രമത്തിൽ കൊണ്ടുപോയി സംരക്ഷിച്ചെന്നുമാണ് ഐതിഹ്യം. ഗർഭിണിയായിരുന്ന സീത വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ചാണ് പ്രസവിക്കുന്നത്. ലവകുശന്മാർ വളർന്ന സ്ഥലവും സമീപത്തെ വനങ്ങളാണെന്ന് പ്രാദേശിക വിശ്വാസം. പൂരികതോർക്കനിൻഗൃഹം നികടത്തിൽ മദീയമാശ്രമം. സീതാക്ഷേത്രത്തിന് സമീപത്തായി ശ്രീരാമനും ആരാധിക്കപ്പെടുന്നു. ബത്തേരി താലൂക്കിലെ വയനാടിന്റെ വിവിധ ഭാഗങ്ങൾ രാമായണ കഥകളാൽ സമ്പന്നമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വെള്ളപ്പൊക്കത്തിൽ നൂൽപ്പുഴ നിറഞ്ഞൊഴുകി ക്ഷേത്രത്തിലും വെള്ളമെത്തിയിരുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. തൂതൻ ജനനീ ശുക്തികൾ നീർക്കയങ്ങളിൽ. വാൽമീകിയുടെ തൂലികയിൽ പിറവിയെടുത്ത വീറുറ്റ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജടായു. ആ ജടായു പൂർണ്ണാർത്ഥത്തിൽ വാഴുന്ന ഇടമാണ് കൊല്ലം ജടായുപ്പാറ. രാമായണത്തിലെ ഏറ്റവും വൈകാരിക മുഹൂർത്തമാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആരായിരുന്നു ജടായു? സൂര്യന്റെ തേരാളിയായ അരുണന്റെ പുത്രൻ എന്നാണ് ഇതിഹാസം നൽകുന്ന ഉത്തരം. സൂര്യനെ തൊടാൻ പറന്നുയർന്ന പക്ഷി എന്നാണ് കരുത്തിന് തെളിവായി പുരാണം പറയുന്ന കഥ. സീതയുമായി ലങ്കയിലേക്ക് പോയ രാവണനെ
പറന്നുയർന്നു തടഞ്ഞത് ജടായുവാണ്. രാമായണത്തിന്റെ ഏടുകളിൽ സുപ്രധാനമായ സ്ഥാനമാണ് ജടായു പാറയ്ക്കുള്ളത്. സീതാപഹരണത്തിന് ശേഷം പുഷ്പക വിമാനത്തിന്റെ സഞ്ചാരം സംബന്ധിച്ച് ശ്രീരാമന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നൽകുന്ന ജടായു രാവണനുമായി ഏറ്റുമുട്ടുന്നു. അതിശക്തമായ യുദ്ധത്തിന് ശേഷം ജടായു തോറ്റുപോകുന്നു. പക്ഷേ രാമന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ജടായുവിൽ നിന്ന് ലഭിക്കുന്നു. എന്താണ് അതിൻ്റെ ഐതിഹ്യം, വിശ്വാസം? അതിലേക്ക് നമുക്ക് പോകാം. ചന്ദ്രകാസം കൊണ്ട് രാവണനിൽ നിന്ന് മാരകമായ പരിക്കേറ്റ ജടായു ആകാശത്ത് നിന്ന് നിലം പതിച്ച് ഈ പാറമുകളിലാണെന്നാണ്. അർദ്ധപ്രാണനായ ജടായുവിന് സീതാദേവി ഒരു വരദാനം കൊടുക്കുന്നു. രാമനും ലക്ഷ്മണനും എന്നെ അന്വേഷിച്ച് വരും. ആ സമയം ഈ ദുഷ്ടൻ എന്നെ ദിശ മാറ്റി കൊണ്ടുപോകുന്ന വിവരം നീ കൊടുക്കണം എന്നുള്ള, അതുവരെ നിൻ്റെ ജീവൻ നിലനിൽക്കട്ടെ എന്ന് സീതാദേവി അനുഗ്രഹിച്ചു. അനുഗ്രഹം കിട്ടിയ ജടായുവിന് പ്രാണൻ നിലനിർത്തുന്നതിനുള്ള പ്രാണജലം, ഐതിഹ്യം പറയുകയാണ്, പാതാളഗംഗ മുകളിലേക്ക് വന്നിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് 1000-ഓളം അടി ഉയരമുള്ള ഈ പാറയുടെ മുകളിൽ വന്നിട്ട് ഗംഗ നിർഗമിച്ച ആ ജലം, പ്രാണജലം കുടിച്ചിട്ടാണ് അതിശക്തമായ രീതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രക്രിയ അന്നുണ്ടായതെന്നാണ്. ജടായു രാക്ഷസവേഷം പൂണ്ട് കിടക്കുന്ന മറ്റൊരാളാണ് എന്ന് ഭഗവാൻ ലക്ഷ്മണകുമാരനോട് പറയുന്നു. ജടായുവിനെ നിഗ്രഹിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ജടായു ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ, ദേവിയെ ആ ദുഷ്ടൻ ദിശ മാറ്റിയിട്ട് വടക്ക് ദിശയിലേക്കാണ് കൊണ്ടുപോയത്. ശ്രീരാമചന്ദ്രൻ തനിക്ക് ജടായുവിനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മടിയിൽ ജടായുവിൻ്റെ തല വെച്ചിട്ട് തലോടി ജടായുവിൻ്റെ ആത്മാവിനെ സ്വയം ലയിപ്പിച്ച് മോക്ഷം കൊടുത്തത് ഈ പാറമുകളിലെന്നാണ് വിശ്വാസം. ജടായുവിന്റെയും രാവണന്റെയും യുദ്ധം സമർത്ഥിക്കുന്ന പേരുകളാണ് സമീപ പ്രദേശങ്ങൾക്കും. വാളൂരിയ സ്ഥലം കൊടുവാളൂരായി, പോര് നടന്ന ഇടമാകട്ടെ പോരിടവും, ഇടത് ചിറക് വെട്ടേറ്റ് വീണ ഇടം വെട്ടുവഴിയായി. രാമായണം പൂർണ്ണമാകുന്നത് ജടായുവിന്റെ ദൗത്യം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ്. ജലപാത്രൗഘസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 കൊല്ലം. കേരളോൽപ്പത്തിയിൽ മൂഷികക്കുളമാണ് മൂഴിക്കുളം. സംസ്ഥാനത്തെ 13 ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് തിരുമൂഴിക്കുളം. അനന്തന്റെ അവതാരം എന്ന നിലയിലാണ് ഇവിടെ ആരാധന. ഇദ്ധം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. നന്മാഴ്വരുടെ തിരുവായ്മൊഴി, തിരുമങ്കയാഴ്വരുടെ പെരിയ തിരുമൊഴി, എല്ലാത്തിലും പരാമർശിക്കുന്ന കേരളത്തിലെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് തിരുമൂഴിക്കുളം. പിന്നെ വിമാനവുമേറി മഹോദയപുരത്തിന്റെ പഴയ രാജധാനി നിന്ന സ്ഥലം കുലശേഖര ആഴ്വാർ സ്ഥാപിച്ചതാണ് മൂഴിക്കുളം ക്ഷേത്രമെന്ന് ചരിത്രം. ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് ലഭിച്ച ശിലാരേഖകളാണ് കേരളത്തിന്റെ തന്നെ ചരിത്രരചനയുടെ അടിസ്ഥാനം. കേരളത്തിൽ പിന്നീട് ബാധകമായ ക്ഷേത്രചട്ടങ്ങളായ മൂഴിക്കുളം കച്ചം തയ്യാറാക്കിയത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഈ കച്ചങ്ങൾ അഥവാ ചട്ടങ്ങൾ അനുസരിച്ചാണ് പിന്നീട് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടത്. കേരളത്തിലെ 13 ലക്ഷ്മണ ക്ഷേത്രങ്ങളിലൊന്നാണ് മൂഴിക്കുളത്തേത്. ഏക പൂർണ്ണകായ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രം നമ്മളുടെ ഈ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം മാത്രമുള്ളൂ. പിന്നെയുള്ളത് കാരണം പിറവം അടുത്തുള്ള മുളക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ക്ഷേത്രമുള്ള ലക്ഷ്മണ ക്ഷേത്രം. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളുടെ കാരണന്മാർ ഈ നമ്മുടെ തൃപ്രയാറ് നിർമ്മാല്യം തൊട്ടു അവിടുന്ന് നടന്ന് ഇരിങ്ങാലക്കുട വന്ന് ഉഷപൂജ തൊടും. അത് കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് നമ്മുടെ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെത്തും. അത് കഴിഞ്ഞ് ഇവിടുന്ന് നടന്നെത്തി വീണ്ടും പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ പോയി ദീപാരായണ തൊഴും. അങ്ങനെയാണ് ഇത് അവസാനിക്കാന്നാണ് പറയുന്നത്. മുൻവർഷങ്ങളിലൊക്കെ ആയിരങ്ങളാണ് കർക്കിടക മാസത്തിൽ ഇവിടെ എത്തിയിരുന്നത്. ഇത് ആഴ്വാർ തമ്പുരാക്കൾ അവരുടെ ഭരണത്തിൽ ഉള്ള കാലത്ത് തൊട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു
ക്ഷേത്രമാണ്, വിഗ്രഹമാണ്. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുമുഴുക്കൽ ലക്ഷ്മണപെരുമാൾ ക്ഷേത്രം. എന്നാൽ ഈ 4 ക്ഷേത്രങ്ങളിൽ മറ്റു 3 ക്ഷേത്രത്തിനും ആ ഒരു പദവിയില്ല. അത് ഈ ലക്ഷ്മണന് മാത്രമേ അത്തരത്തിൽ പദവിയുള്ളൂ. 108 വൈഷ്ണവ ക്ഷേത്രങ്ങൾ അവർ വച്ച് ആരാധിച്ചു പോരുന്ന ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുമുഴുക്കൽ ലക്ഷ്മണപെരുമാൾ. ക്യാമറമാൻ ലിജു ചെറിയാനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. യുദ്ധം ജയിച്ചു നിൽക്കുന്ന ശത്രുഘ്നനെയാണ് കണ്ണൂർ പായം ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. സന്തോഷഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചോദിക്കുന്നതെല്ലാം നൽകുമെന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രം സമീപകാലത്താണ് പുനർനിർമ്മിച്ചത്. എട്ട് നൂറ്റാണ്ട് മുൻപുള്ള ഒരു ജീവിതത്തിൻ്റെ കഥയാണ് പായം ക്ഷേത്രം പറയുന്നത്. ആ വിശ്വാസത്തിൻ്റെ അടയാളമാണ് തൊട്ടടുത്തുള്ള വാണിയപ്പൊയിൽ. പായത്തെ അമ്പലത്തിലെ ഉത്സവത്തിനായി വാണിഭം നടന്ന ഇടം. ഇരിട്ടി പേരാവൂർ വഴിയിൽ കാടമുണ്ടയിലാണ് ക്ഷേത്രം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ലങ്കയിലെ യുദ്ധം ജയിച്ചു വന്ന ശേഷമുള്ള ശത്രുഘ്നൻ എന്നാണ് സങ്കല്പം. പൂർണ്ണ സന്തോഷവാനായ ഭഗവാൻ. ചോദിക്കുന്നവർക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ആ ഭാവത്തിലാണ് പ്രതിഷ്ഠ. 800 വർഷം മുൻപ് ഇവിടെ ആരാധന നടന്നിരുന്നു എന്നാണ് വിശ്വാസം. 3 വട്ടം പുനഃപ്രതിഷ്ഠ നടന്നു. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടുമർത്ഥിക്കേട്ടിടുകിലർത്ഥവാനായി. തകർന്നടിഞ്ഞു കടന്ന ഒരു ക്ഷേത്രമായിരുന്നു പായം മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രം. 800 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പൗരാണികമായി പറയപ്പെടുന്നത്. ദീർഘകാലം വിസ്മൃതിയിലായിരുന്നു പായം ക്ഷേത്രം എന്നു പറയാം. മഹാവിഷ്ണുവിൻ്റെയും ശത്രുഘ്നൻ്റെയും സങ്കല്പത്തിലാണ് പൂജ. സുദർശന ചക്ര സമർപ്പണമാണ് പ്രധാന വഴിപാട്. ഇവിടുത്തെ മൂർത്തി എന്ന് പറയുന്നത്, ശത്രുഘ്ന ഭഗവാൻ എന്ന് പറയുന്നത്, യുദ്ധം ജയിച്ച് വന്ന് നിൽക്കുന്ന, സന്തോഷവാനായിട്ട് നിൽക്കുന്ന ഒരു മൂർത്തിയെ പോലെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ആ സമയത്ത് നാട്ടിലുള്ള അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ആര് വന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നൽകുന്ന രീതിയിലുള്ള ഒരു ഭഗവാനാണ്. നാട്ടുകാരുടെ കൂട്ടായ്മ കഴിഞ്ഞ വർഷമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത്. 4 അമ്പല ദർശനത്തിന് വിപുലമായ തയ്യാറെടുപ്പുകൾ ആലോചിച്ചിരുന്നെങ്കിലും ഇത്തവണ മഹാമാരിയിൽ എല്ലായിടത്തുമെന്ന പോലെ ഇവിടെയും മുടങ്ങി. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. തമിഴ്നാട്ടിലുള്ളത് രാമേശ്വരമാണെങ്കിൽ കാസർഗോഡ് രാവണേശ്വരമാണ്. ഇന്ത്യയിൽ തന്നെ രാവണന്റെ പേരിൽ അറിയപ്പെടുന്ന അപൂർവ സ്ഥലമാണിത്. രാവണൻ ഉടുപ്പിയിൽ നിന്നെത്തി ഇവിടെ ധ്യാനത്തിലിരുന്നു എന്നാണ് വിശ്വാസം. രാവണൻ എങ്ങനെ കാസർഗോഡ് വന്നു? ആ കഥ ഇങ്ങനെയാണ്. ലങ്കയിൽ കൊടിയ ദാരിദ്ര്യവും വരൾച്ചയും വന്ന കാലം. പുഷ്പക വിമാനത്തിൽ കൈലാസത്തിലെത്തി രാവണൻ ആത്മലിംഗം ആവശ്യപ്പെട്ടു. നൽകാൻ പരമശിവൻ തയ്യാറായി. എന്നാൽ ആത്മലിംഗം കടൽ കടന്നാൽ ഭാരത ഭൂഖണ്ഡത്തിൽ വരൾച്ച വരുമെന്ന് ഗംഗാദേവി ഉപദേശിച്ചു. യാത്രയ്ക്കിടയിൽ ആത്മലിംഗം നിലത്ത് വയ്ക്കരുത് എന്ന ഉപദേശത്തോടെ പരമശിവൻ കൈമാറുന്നു. ഗോകർണമെത്തിയപ്പോൾ രാവണൻ നിലത്തിറങ്ങിയതോടെ ശിവലിംഗം അവിടെ ഉറച്ചു. നിരാശനായി തെക്കോട്ട് നടന്ന രാവണൻ രാവണേശ്വരത്തെത്തി ശിവനെ തപസ്സു ചെയ്തു. തപസ്സു ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഗുഹ ഇവിടെ ഇപ്പോഴും പരിപാലിക്കുന്നുണ്ട്.
രാവണേശ്വരം പെരുന്തൃപ്പൂവിൽ ഉത്തരമലബാറിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. രാവണന്റെ ഈശ്വരനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു ശിവലിംഗം പ്രതിഷ്ഠ നടത്തിയെന്നും ആ ഐതിഹ്യപരകളിൽ ഇന്ന് പെരുന്തൃക്കോട് ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നെങ്കിലും രാവണേശ്വരം പെരുന്തൃക്കോട് ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ പേര്. പക്ഷേ രാമായണ മാസത്തിൽ ഇവിടെ ഈ രാവണൻ ഈശ്വരനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗ്രാമത്തിന് രാവണേശ്വരം എന്ന് പേരും. പിന്നെ തമിഴ്നാട്ടിലെ രാമൻ യുദ്ധ സമയത്ത് രാമേശ്വരം, രാമൻ്റെ ഈശ്വരൻ ശിവനാണ്, അതും രാമേശ്വരം എന്ന് വന്നു, ഇത് രാവണേശ്വരം എന്ന് വന്നു. 2 ഗ്രാമം കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ രാവണേശ്വരവും തമിഴ്നാട്ടിൽ രാമൻ്റെ രാമേശ്വരം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പോലെ ഇവിടെയും പെരുന്തൃപ്പൂവിലപ്പനാണ് പ്രതിഷ്ഠ. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലുമുണ്ട് രാമേശ്വരം. നെയ്യാറ്റിൻകരയിലെ രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഐതിഹ്യം തമിഴ്നാട്ടിലേതിന് സമാനമാണ്. ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രം എന്നാണ് സങ്കല്പം. ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് മറ്റൊരു വിശ്വാസം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവപീഠങ്ങളിൽ ഒന്നായാണ് രാമേശ്വരത്തെയും കണക്കാക്കുന്നത്. ശ്രീരാമചന്ദ്രന്റെയും പരശുരാമന്റെയും സാന്നിധ്യമുണ്ടായി എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നെയ്യാറ്റിൻകരയിലെ രാമേശ്വര ക്ഷേത്രം. മറ്റൊന്ന് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രമാണ്. ഇവിടെ പുഴയിൽ നിന്ന് കൃതമാല എന്ന് പുരാണപ്രസിദ്ധമായ ഈ നെയ്യാറിൽ നിന്നും ഒരു സന്ധ്യാവേളയിൽ മണ്ണെടുത്തു കൊണ്ടുവന്ന് ശിവലിംഗ രൂപമുണ്ടാക്കി പൂജിച്ച ശേഷം അടുത്ത ദിവസം ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്കുള്ള തങ്ങളുടെ യാത്ര തുടങ്ങിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ ശ്രീരാമൻ മണലുകൊണ്ട് പ്രതിഷ്ഠിച്ച ഈ പുണ്യസ്ഥലത്ത് പരശുരാമൻ പിന്നീട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയെന്നും അതിനാലാണ് ഈ ക്ഷേത്രം 108 ശിവപീഠങ്ങളിൽ ഒന്നായി തീർന്നതെന്നും ഐതിഹ്യമുണ്ട്. തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രത്തിന് മുൻപ് നെയ്യാറ്റിൻകരയിൽ രാമൻ ശിവപ്രതിഷ്ഠ നടത്തിയിരുന്നുവെന്നാണ് മറ്റൊരു പ്രാദേശിക വിശ്വാസം. സേതുബന്ധനത്തിന് ശേഷം രാമേശ്വര പ്രതിഷ്ഠ കഴിഞ്ഞ് ഭഗവാൻ ലങ്കയിലേക്ക് എത്തുന്നു, രാവണവധം കഴിയുന്നു. തിരിച്ച് രാവണൻ്റെ പ്രിയ അനുജനായ വിഭീഷണൻ്റെ അഭ്യർത്ഥന പ്രകാരം ശ്രീരാമചന്ദ്രസ്വാമി അവിടെ നിന്ന് പുഷ്പക വിമാനത്തിലേറിയാണ് തിരിച്ച് അയോധ്യയിലേക്ക് യാത്രയാകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആ രാമേശ്വരത്തെ, തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രത്തിന് മുമ്പ് തന്നെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ട ഒരു മഹാക്ഷേത്രമാണ് നമ്മുടെ നെയ്യാറ്റിൻകരയിലെ രാമേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. എങ്കിലും കർക്കടക മാസത്തിലെ രാമായണ പാരായണം ഇവിടെ പ്രസിദ്ധമാണ്. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര. രാമകഥാസാഗരം പൂർണ്ണമാവുന്നു. നമസ്കാരം. രാമ രാമ പാഹി